എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചു കൊച്ചു സങ്കടങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്ന അങ്ങനെ ഒരാളാണോ നിങ്ങൾ? അതോ പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും സങ്കടമുള്ളവരാണോ നിങ്ങളെങ്കിൽ ഒരു കാര്യമുണ്ട്. നിരന്തരമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി എന്ന് പറയുന്ന ഒരു സംഭവം മറന്നു പോകരുത്. മറ്റൊരാളോട് പുഞ്ചിരിക്കാൻ, അത് പുഞ്ചിരിയിലൂടെ തീർച്ചയായിട്ടും നമുക്കിതിനെ ഫൈറ്റ് ചെയ്യാം. നമുക്ക് സങ്കടങ്ങൾ കൂടുന്തോറും നമ്മുടെ മുഖത്ത് പ്രകടമാകും എങ്കിൽ പോലും ചിരിച്ച് അതിനെ നേരിടുക. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. സമൂഹത്തിൽ ചിരിച്ചു നടക്കുന്നവരുടെ എല്ലാവരുടെ ഉള്ളിലൊരു സങ്കടം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും എന്ന് പറയുന്നത് എത്ര ശരിയാണെന്നറിയാമോ? പക്ഷേ അവർക്ക് 10 പേരെ അവർക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ. സ്വന്തം വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി നിർത്തി മറ്റുള്ളവരെ ഒരു 10 പേരെ നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, അവർക്ക് സന്തോഷം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. പതിയെ നിങ്ങളുടെ ആ ഒരു വിഷമം, ആ ഒരു പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അതും നിങ്ങൾക്ക് വഴി മാറിത്തരിക തന്നെ ചെയ്യും. നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോൺഫിഡൻസ്, ജയിക്കാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് മാത്രം മതി. ആ ഒരു കോൺഫിഡൻസിലൂടെ നിറയുന്ന നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു പുഞ്ചിരി തീർച്ചയായിട്ടും ആ പ്രശ്നത്തെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ അലട്ടുന്ന ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് തരും. അതിജീവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമാണ് പ്രശ്നം ആ ഒരു ചിന്ത മാറ്റണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെ കാഴ്ചപ്പാട്, നിങ്ങൾ നേരിട്ട് കാണുന്ന ആ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല ഒരിക്കലും അയാൾ. തീർച്ചയായിട്ടും അയാളുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു കടലോളം പ്രശ്നങ്ങൾ അലയടിക്കുന്നുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അത് അയാൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പം ഒരാളോട് അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ല, അയാളുടെ വിഷമം അയാളുടെ ഉള്ളിൽ തന്നെ വെച്ച് അയാൾ ഹാപ്പി ആയിരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനെ അങ്ങനെ തരണം ചെയ്യുന്ന ഒരാളായിരിക്കും അത് തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ആ പ്രശ്നത്തെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുക തന്നെ ചെയ്യും ജീവിതത്തിൽ. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സങ്കടം ഉണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നല്ലൊരു മധുരമുള്ളൊരു സന്തോഷവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. അത് ജീവിതം അങ്ങനെയാണ്. അങ്ങനെ എനിക്ക് മാത്രം എന്നും പ്രശ്നങ്ങളാണ്, എന്നും ദുരിതമാണ്, അങ്ങനെ ചിന്തിക്കുന്ന എല്ലാം നിങ്ങൾ പുറമേ കാണുന്ന ഹാപ്പി ആയിട്ട് കാണുന്ന ഒരാളുടെ മനസ്സിൽ ഒരു പക്ഷേ നിങ്ങളെക്കാൾ 4 ഇരട്ടി വിഷമം ഉണ്ടാവും. അയാൾ അത് പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷമം നിങ്ങൾ ഒരാളോട് പറയുന്നു, ആൾക്കത് അത്ര ഫീൽ ചെയ്യുന്നില്ല, അത് നിസ്സാരമായി അയാൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ 4 ഇരട്ടി വിഷമം ഉള്ള ഒരാളായിരിക്കും അത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതങ്ങനെയാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അയാൾ ഈ സെയിം വഴിയിലൂടെ അയാൾ കടന്നു പോയിട്ടുള്ള ഒരാളായിരിക്കും. അതാണ് അങ്ങനെ. ഈ സെയിം പ്രശ്നം അയാൾ ചിലപ്പോൾ വളരെ കാമായിട്ടായിരിക്കും അതിനെ നേരിട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാൾക്ക് ഒരിക്കലും നിങ്ങളെ സമാധാനിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. അതായത് നമുക്കുള്ള ഒരു പ്രശ്നം അത് ഫീൽ ചെയ്യാൻ നമുക്ക് മാത്രമേ കഴിയൂ. മറ്റൊരാളോട് പറയാമെങ്കിലും അയാൾ അത് എടുക്കുന്നത് അയാളുടെ ആ ഒരു മൈൻഡ് സെറ്റ് രീതിയിലായിരിക്കും. ഒരു പക്ഷേ അത് നമുക്കൊരു പുച്ഛമായിട്ടൊക്കെ തോന്നിയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഓവറായിട്ട് ഒരാളോട് നമ്മൾ സ്മൈൽ ചെയ്യുക, അതിനെ നേരിടുക. അല്ലാതെ വേറെ ഒരു വഴിയില്ല. ജീവിതമാണ്. ചെറിയ ഒരു ആശ്വാസം ലഭിക്കും എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമേ നിങ്ങളുടെ അത്രയും വലിയൊരു പ്രശ്നം മറ്റൊരാളോട് ഷെയർ ചെയ്യാവൂ. കഴിയുന്നതും സ്വയം ഹാൻഡിൽ ചെയ്യുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ അതവർക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ എത്രത്തോളം തീവ്രത ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യൂ. അത് പറയുന്ന ആൾക്ക് അതത്ര ഫീൽ ചെയ്യില്ല. അയാളുടെ പ്രതികരണവും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ലായിരിക്കും. അപ്പോൾ അതൊരു കരടായി മാറും. ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കഴിയുന്നതും നമ്മുടെ ഉള്ളിലുള്ള ആ വിഷമത്തെ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ഓപ്പൺ മൈൻഡ് ആവാതിരിക്കുക. അത് ഗുണത്തെക്കാളും ദോഷം തന്നെ ഉണ്ടാക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരു പുഴയോളം പ്രശ്നങ്ങൾ നിങ്ങൾ ചെന്ന് ഒരാളോട് പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു കടലോളം പ്രശ്നം ഉണ്ടാവും. അപ്പോഴത്തേക്കും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു റെസ്പോൺസ് അയാളിൽ നിന്നും കിട്ടില്ല. ആ ബന്ധത്തിൽ വിള്ളലുണ്ടാവും. അതാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം തന്നെ ആശംസിക്കുന്നു. സന്തോഷങ്ങൾ നിറഞ്ഞൊരു ജീവിതമായിരിക്കട്ടെ നിങ്ങൾക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.